CPIക്ക് ഇപ്പോൾ വെളിപാടുണ്ടായിരിക്കുകയാണ്. കാരണം ഇവർക്ക് CPM ആകാനാകില്ലെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. അത് പിന്നെ ഒരാൾക്ക് ആ ആളിനെ പോലെ ആകാൻ കഴിയത്തില്ലല്ലോ, മറ്റൊരാളിനെ പോലെ ആകാൻ ഒരിക്കലും കഴിയത്തില്ല. അത് CPIക്ക് എന്താണ് ഇത്ര മനസ്സിലാകാത്തത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ CPIയെ സംബന്ധിച്ചിടത്തോളം ഏറെക്കാലമായിട്ട് CPMന്റെ ചവിട്ടും കുത്തും ഒക്കെ ഏറ്റ് കിടക്കുകയാണ്. ആട്ടും തുപ്പും ഏറ്റും അവർ കഴിഞ്ഞു പോവുകയാണ്. മറ്റ് വഴിയൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് പീഡന കേസിന് എങ്ങും പരാതി കൊടുക്കാനും പറ്റുന്നില്ല. ആരോട് പോയാണ് പറയുക? പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? CPIയുടെ സമ്മേളനം വരാൻ പോവുകയാണ്, സംസ്ഥാന സമ്മേളനം. അതിന് മുൻപായിട്ട് ബിനോയ് വിശ്വം ഒരു മുൻകൂർ ജാമ്യം എടുത്തതാണോ ഈ പ്രസ്താവന എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം CPIയുടെ ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം പിണറായി ഭരണത്തിനെതിരെയുള്ള അതിനിശ്ചിതമായ വിമർശനമാണ് ഉയർന്നത്. LDF ഭരണം എന്നല്ല പറയുന്നത്, പിണറായി ഭരണം എന്നാണ് പറയുന്നത് എന്ന് തന്നെ സമ്മേളനങ്ങളിൽ പരക്കെ പരാതി ഉയർന്നിരുന്നു. CPIയുടെ മന്ത്രിമാർ പരാജയമാണ്, അവരുടെ പ്രവർത്തനങ്ങൾ പോലും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പോലും അത് ഉയർത്തിക്കാട്ടുന്നില്ല മുന്നണിയിൽ. കൂടാതെ CPI കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാന വകുപ്പായ ഭക്ഷ്യവകുപ്പ്, അതില് സപ്ലൈകോയിൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള സാധനങ്ങൾ ഇല്ല എന്നൊക്കെയുള്ള പരക്കെ ആക്ഷേപങ്ങളും ഇതിനോടൊപ്പം ഉയരുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മൂന്നാം വട്ടം അധികാരം കിട്ടരുത് എന്നാണ് CPI ആഗ്രഹിക്കുന്നത് എന്നും പറയുകയുണ്ടായി. കാരണം മൂന്നാം വട്ടം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അഹങ്കാരത്തിന്റെ പാരമ്യത്തിൽ എത്തും എന്ന് പാർട്ടി മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ പാരമ്യത്തിൽ എത്തുമ്പോൾ അത് ചിലപ്പോൾ നാശത്തിന്റെ പടുകുഴിയിലേക്ക് പോവുകയും ചെയ്യും. ആ പടുകുഴിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി മൂന്നാം വട്ടം അധികാരം കിട്ടരുതെന്നാണ് CPI ആഗ്രഹിക്കുന്നത് എന്നും വളരെ മുന്നേ പറയുകയുണ്ടായി. പക്ഷേ ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അവിടെ ബിനോയ് വിശ്വത്തെ നിർത്തി പൊരിക്കും എന്നുള്ളത് കൊണ്ടും ആണ് ബിനോയ് വിശ്വം ഇപ്പോൾ തൃശ്ശൂരിലെ ആ ഒരു വലിയ വ്യവസായി യൂസഫ് അലിയുടെ പ്രസ്താവനയെ പിടിച്ചുകൊണ്ടുവന്ന് സംസാരിക്കുന്നത്. അവിടെ ലുലു മോൾ തുടങ്ങാനുള്ള തടസ്സം എന്ന് പറയുന്നത് ഒരു പാർട്ടിയാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഒക്കെയായിട്ട് നിൽക്കുകയാണ്. CPI എപ്പോഴും പരിസ്ഥിതി കാര്യങ്ങളിൽ ഒരു മുൻഗണന കൊടുക്കുന്ന പാർട്ടിയാണ്, മറ്റുള്ളവരെ പോലെ അല്ല. ആ CPIയുടെ നേതാക്കന്മാരിൽ പലരും ഒക്കെ തന്നെ പാരിസ്ഥിതിക പ്രവർത്തകർ തന്നെയാണ്. നമ്മുടെ കൃഷിമന്ത്രി തന്നെ P പ്രസാദ് പരിസ്ഥിതി പ്രസാദ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് പോലും. അല്ലെങ്കിൽ അതിനു മുമ്പുള്ള മുൻഗാമികളെയൊക്കെ തന്നെ നോക്കിക്കൂ, പരിസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പോൾ KV സുരേന്ദ്രനാഥ് MP ആയിരുന്നിട്ടുള്ള ആശാൻ എന്ന് തിരുവനന്തപുരത്തുകാർ വിളിക്കുന്ന KV സുരേന്ദ്രനാഥ് തന്നെ ഒന്നാം തരം പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിലൊക്കെയാണ് കൂടുതലും ഈ പരിസ്ഥിതി പ്രവർത്തകർ, പുരോഗമന ചിന്താഗതിക്കാരിലും ഒക്കെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തകർ വരുന്നത്. ഇപ്പോൾ തൃശ്ശൂരിലെ വൻ വ്യവസായം ആ ലുലു മോൾ തുടങ്ങുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഒരു പാർട്ടി എന്ന് പറയുന്നത് CPIയെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. പണം നൽകുന്നവർക്കായി പാർട്ടി നയം മാറില്ല എന്നാണ് CPI ബിനോയ് വിശ്വം പറയുന്നത്. അപ്പോൾ പണം മുൻകാലങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് CPM വാങ്ങിയിട്ടുണ്ട് എന്നുകൂടിയാണ് ബിനോയ് വിശ്വം കൂട്ടിച്ചേർക്കുന്നത്. CPIയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നുണ്ട്, മുതലാളിമാരുടെ പണം കണ്ട് പാർട്ടി നിലപാടിൽ വെള്ളം ചേർക്കാനാവില്ല എന്നാണ് പറയുന്നത്. CPMനോടൊപ്പം തന്നെയാണ് CPI കഴിയുന്നതെങ്കിലും CPI ഇപ്പോഴും ആ ഒരു പഴയ രീതിയിൽ തന്നെ അഴിമതി രഹിതമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്.
സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് തന്നെയാണ് മന്ത്രി പദങ്ങളിൽ ഇരിക്കുന്നവരും ഒക്കെ കഴിയുന്നത്. അവർക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ താഴെ തട്ടിലേക്ക് വരണം, മന്ത്രി പദവിയിൽ നിന്ന് ഒരു ദിവസം ഇറങ്ങണം സമ്മാനം വാങ്ങാനായിട്ട്. ആ സാഹചര്യത്തിൽ അതിൻ്റെതായ രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അല്ലാതെ CPIയെ സംബന്ധിച്ചിടത്തോളം അവർ വഴിവിട്ടൊന്നും സമ്പാദിക്കുന്നുമില്ല. CPMനെ സംബന്ധിച്ചിടത്തോളം അവരിനി അടുത്ത ഒരു 10 വർഷത്തേക്കെങ്കിലും ഭരണമില്ലെങ്കിൽ പോലും അതിനാവശ്യമായിട്ടുള്ള വിഭവ സമാഹരണവുമായിട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. ധനപരമായിട്ട് സമ്പന്നതയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരു പാർട്ടി തന്നെയാണ്. അവർക്ക് അവരുടെ പത്രത്തിനായാലും ചാനലിനായാലും പാർട്ടി ഓഫീസുകളും ഒക്കെ തന്നെ അത്രത്തോളം സാമ്പത്തികമായി നല്ല അടിത്തറയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഭരണമില്ലാതെയും ഇനി ഒരു 10-15 വർഷത്തോളം മുമ്പോട്ട് പോകാവുന്ന തരത്തിലുള്ള സാമ്പത്തിക സ്ഥിതി അവർക്കുണ്ട് എന്നുള്ളതാണ്. CPIയെ സംബന്ധിച്ചിടത്തോളം അതില്ല. കാരണം അവർ അഴിമതി നടത്തുന്നില്ല, വഴിവിട്ട് സമ്പാദനമില്ല, സാധാരണക്കാരെ പോലെ തന്നെയാണ് അവർ കഴിയുന്നത്. ഇവർക്കതല്ല. ഇവർക്ക് താഴെ ഇറങ്ങിയാലും ദന്തഗോപുരത്തിൽ നിന്ന് ഇറങ്ങിയാലും പിന്നെയും അവർ കഴിയുന്നത് ദന്തഗോപുര തുല്യമായിട്ട് തന്നെയാണ്. ആ ദന്തഗോപുര തുല്യമായിട്ട് കഴിയുന്നതിന് സാമ്പത്തികം ആവശ്യമാണ്. ആ സാമ്പത്തികം ഇവർ വ്യക്തിയായാലും പാർട്ടിയായാലും അത്രത്തോളം അവർ ശേഖരിച്ചു വെക്കുകയും ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു വലിയ CPMുമായിട്ടൊരു താരതമ്യം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. CPIയെ സംബന്ധിച്ചിടത്തോളം മുൻകാല നേതാക്കന്മാർ പോലും ലാളിത്യത്തിൻ്റെ ഉടമകളാണ്. അച്യുതമേനോനായാലും PK വാസുദേവൻ നായർ, MN ഗോവിന്ദൻ നായർ, പിന്നെ അങ്ങനെ ഇപ്പോൾ ഏറ്റവും പന്നിയൻ രവീന്ദ്രൻ, വെളിയം ഭാർഗവൻ, ചന്ദ്രപ്പൻ, ഇവരെല്ലാവരും തന്നെ ലാളിത്യത്തിൻ്റെ കാര്യത്തിൽ വളരെ ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നവരാണ്. ലാളിത്യത്തിൻ്റെ തന്നെ ഉടമകളാണ് എന്ന് പറയാം. അഴിമതി ലവലേശം പോലും പോയിട്ടില്ലാത്തവർ. അപ്പോൾ ഇവരെങ്ങനെയാണ്, അതാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്, CPIക്ക് CPM ആകാനാകില്ല. അപ്പോൾ CPM ഏത് തരത്തിലാണ് വഴിവിട്ട രീതിയിൽ സമ്പാദിക്കുന്നത്? അവർ നേടിയിട്ടുള്ള ഈ സൗധങ്ങളും കോട്ടകൊത്തളങ്ങളൊക്കെ ഏത് തരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ബിനോയ് വിശ്വം വിരൽ ചൂണ്ടുന്നത്. അപ്പൊ അധികാരത്തിന്റെ ആ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ പാർട്ടിയെ അത്തരത്തിൽ കൊണ്ടുപോകുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. CPIക്ക് ഒരിക്കലും അങ്ങനെയാകാൻ കഴിയില്ല. CPI എന്ന് പറയുന്നത് ലാളിത്യത്തിലൂടെ പോകുന്ന, അഴിമതിയില്ലാത്ത ഒരു പാർട്ടിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ബിനോയ് വിശ്വത്തിന്റെ ഈ പറച്ചിൽ, ബിനോയ് വിശ്വത്തിന് ഇപ്പോഴാണോ നേരം വെളുത്തത് എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും. എന്തായാലും പാർട്ടി സമ്മേളനത്തിന് മുൻപായിട്ടുള്ള ഒരു മുൻകൂർ ജാമ്യം എടുക്കലായിട്ട് നമുക്കിതിനെ കാണേണ്ടിയിരിക്കുന്നു.